ഈ വെഗാനിസം എന്ന ആശയം ഭാരതത്തിൽ നേരത്തെ ഉള്ളതാണ്. വെഗാനിസം ഈസ് എ വേ ഓഫ് ലൈഫ്, ഇറ്റ്സ് എ കൾച്ചർ. അതൊരു ജീവിത രീതിയായിട്ടാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു സംസ്കാരം. മുട്ട എന്ന് പറയുന്നത് വെജിറ്റേറിയൻ ആണ്. മുട്ട ഒരു ജീവിയുടെ ആദിമ രൂപമാണ്. ഈ പന്നികളെ ഇങ്ങനെ മെഷീനിലൂടെ നിരനിരയായിട്ട് കൊണ്ടുവന്നിട്ട് ഇലക്ട്രിക് ഷോക്കാണ് കൊടുക്കുന്നത്. പന്നിയുടെ ആകട്ടെ പശുവിൻ്റെ ആകട്ടെ അത് അതിനെ കൊണ്ടുവന്ന് അറവുശാലയിലേക്ക് വിടുക. എന്തൊരു ക്രൂരതയാണത്. ആ മനുഷ്യക്കുട്ടി പാല് കുടിക്കേണ്ട യാതൊരു ആവശ്യവും. പ്രകൃതി എല്ലാ ജീവികൾക്കും വേണ്ടത് ഈ പ്രകൃതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകൾ തന്നെ പോയി നോക്കും, എത്ര ബ്രാഹ്മിൻസ് അവിടെ ഉണ്ട്. ലബോറട്ടറികൾ രോഗം നിർണയിക്കും, മെഡിക്കൽ കമ്പനികൾ മരുന്ന് നിർണയിക്കും, പിന്നെ ഡോക്ടറുടെ റോളുണ്ട്. ശബരിമല സ്ത്രീകൾ കയറരുത്. കാലം മാറുമ്പോൾ കോലം മാറണമെന്നാണല്ലോ. അവിടെ ശബരിമല കയറിയത് കൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീ സമത്വം വരാൻ ജീവിക്കുക, അവയെ ജീവിക്കാൻ അനുവദിക്കുക. ഇന്ന് മലയാളികൾ മാംസാഹാരികൾ എന്ന് വേണം പറയാനായിട്ട്. ബിക്കോസ് കാലത്ത് എഴുന്നേറ്റാൽ ഇറച്ചി വേണം, ഉച്ചയ്ക്ക് ഇറച്ചി വേണം, രാത്രി ഇറച്ചി വേണം. ഈ ഇറച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലാണ്. മന്തിയായിട്ടും അൽഫാമായിട്ടും ഷവായായിട്ടും ബർഗറായിട്ടും ഫാസ്റ്റ് ഫുഡിന്റെ എന്താ പറയുക ഒരു ഇടിച്ചു കയറ്റലാണ് ഇന്ന് മലയാളിക്ക് ഇടയിൽ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരുപാട് ഹോസ്പിറ്റൽസ് ആണ് ഇപ്പോൾ പൊന്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു തട വേണം, ഇതിനൊരു അവസാനം, അല്ലെങ്കിൽ ഒരു കൺട്രോൾ ഇല്ലാതെയാണ് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിശിഷ്ട അതിഥിയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. ഇദ്ദേഹത്തിന്റെ അജണ്ട എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, വെഗാനിസം, അതായത് വെജിറ്റേറിയൻ. അതായത് നോൺ വെജിറ്റേറിയൻ നിർത്തണം എന്നല്ല അദ്ദേഹത്തിന്റെ ആശയം. വെജിറ്റേറിയൻ അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ ഒരു ജീവിത ശൈലി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഹിന്ദു ഫിലോസഫർ കൂടിയായ സുരേഷ് കുമാറാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് മലയാളികൾക്ക് അൽഫാമും ഷവായി ഇല്ലാതെ ഭക്ഷണം ഇറങ്ങിയില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആശയം, വെഗാനിസം എന്ന് പറയുന്ന ഒരു ആശയം വന്നത്? ആദ്യമായിട്ട് പറയുന്നത് ഈ വെഗാനിസം എന്ന ആശയം ഭാരതത്തിൽ നേരത്തെ ഉള്ളതാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ വെജിറ്റേറിയനിസം എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു മതമായിട്ട് റിലേറ്റഡ് ആണോ എന്ന് പെട്ടെന്ന് സംശയിക്കും. വെഗാനിസം ഈസ് എ വേ ഓഫ് ലൈഫ്, ഇറ്റ്സ് എ കൾച്ചർ. അതൊരു ജീവിത രീതിയായിട്ടാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു സംസ്കാരം. ജീവിത രീതിയാണല്ലോ സംസ്കാരം. മനുഷ്യന് പ്രകൃതി, പ്രപഞ്ചം, ഇത് മൂന്നുമായിട്ടും പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഒരു മനുഷ്യന്റെ ഭക്ഷണം എന്ന് പറയുന്നത് അയാളുടെ ശാരീരിക വളർച്ച മാത്രമല്ല, അയാളുടെ സ്വഭാവം, സംസ്കാരം, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഭക്ഷണം. അത് നാം ഇപ്പോൾ ജീവിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിലാണ്. അതുകൊണ്ട് ഇത്രയധികം ജീവികളെ കൊന്നു തിന്നേണ്ട ആവശ്യം മനുഷ്യനില്ല. അതുകൊണ്ടാണ് വെഗാനിസം പോലുള്ള ആശയങ്ങൾ ഇന്ന് സമൂഹത്തിൽ കൂടി വരുന്നത്. ഇപ്പൊ താങ്കൾ പറഞ്ഞു ഇത്രയധികം ജീവികളെ കൊന്ന് കഴിക്കേണ്ട, നല്ലൊരു ആശയം തന്നെ. പക്ഷെ ഡോക്ടർമാരായാലും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഡോക്ടേഴ്സ് വരെ ഇരുന്ന് പറയുന്നത് പ്രോട്ടീന്റെ അളവ് കൂട്ടുക, കാപ്സിന്റെ അളവ് കുറയ്ക്കുക എന്നൊരു പ്രൊമോഷൻ അല്ല, നമുക്ക് പ്രോട്ടീൻ ആണല്ലോ കൂടുതൽ വേണ്ടത്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കിട്ടുന്നത് ചിക്കൻ ബ്രസ്റ്റിലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ചിക്കൻ കഴിക്കാതെ പറ്റും? ഇത് കഴിക്കുന്നവരോട് അത് വേണ്ട എന്നുള്ള ഒരർത്ഥത്തിലല്ല ഇത് പറയുന്നത്. പക്ഷേ ഈ പ്രോട്ടീൻ്റെ അളവുകൾ പല ഡോക്ടർമാരും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് അലോപ്പതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാര്യം പാലിൽ നിന്നേ പ്രോട്ടീൻ കിട്ടൂ എന്നൊരു തെറ്റായ ധാരണയാണ്. ഏത് ജീവിയുടെയും പ്രകൃതിക്കൊരു നിയമമുണ്ട്. ഏത് ജീവിയുടെയും പശുവിൻ്റെ പാൽ പശുക്കുട്ടിക്കുള്ളതാണ്, പന്നിയുടെ പാൽ പന്നിക്കുഞ്ഞിനുള്ളതാണ്. മനുഷ്യക്കുട്ടി പാല് കുടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതൊക്കെ പഠനങ്ങൾ നടത്തിയ കാര്യങ്ങളാണ്, ഒരു തത്വശാസ്ത്രമായിട്ട് പറയുന്നതല്ല. അതായത് പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോലും ഇന്ന് വെഗാനിസത്തിലേക്ക് നൂറുകണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുക. അവർക്ക് ഈ ആശയങ്ങളൊന്നും അറിയില്ലെങ്കിൽ പോലും അവർ വെഗാനിസത്തിലേക്ക് ആകർഷിതരായി വരികയാണ്. അപ്പോൾ മനുഷ്യ ശിശുവിന് മാതാവിൻ്റെ പാല് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പാലിൻ്റെ ആവശ്യം വരുന്നില്ല. മാത്രവുമല്ല, പാല് കട്ടിയാഹാരമാണ്. ഇത് കുഞ്ഞുങ്ങൾക്ക് ദഹിക്കാൻ വളരെ പ്രയാസവുമാണ്. അതുകൊണ്ട് തന്നെ മറ്റു പല പയർവർഗ്ഗങ്ങളിൽ പോലും നമുക്ക് പ്രോട്ടീൻ ഉണ്ടല്ലോ, അതിനെയൊക്കെ ആശ്രയിക്കാം. ഇത് 4 വയസ്സുള്ള കുഞ്ഞിനൊക്കെ ഒരു ഗ്ലാസ് പാല് രാവിലെ കൊടുത്തു നോക്കൂ, നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. അത് പിന്നെ ആഹാരം കഴിക്കില്ല, കാരണം വിശപ്പിനെ കുറയ്ക്കും. അതും ഡോക്ടർമാർ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയുന്നത് കേട്ട് നമ്മൾ ഭക്ഷണ രീതി ശരിയാണ്, അല്ലെങ്കിൽ പാല് മിതമായ അളവിലൊക്കെ ഉപയോഗിക്കാം. അതിന് വേറൊരു സൈഡ് വരുന്നുണ്ട്. പശുവിൻ പാല് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ പശുവിൻ പാല് ഡയറി ഫാമുകളിൽ പോകുമ്പോൾ മറ്റെന്താണെന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി ഇതാണ്:
താങ്കൾ എന്തെങ്കിലും ഡയറി ഫാം സന്ദർശിച്ചിട്ടുണ്ടോ? സന്ദർശിച്ചിട്ടുണ്ട്. ഉണ്ട്. എങ്കിൽ ഇന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ പാലുൽപാദനം നടത്തുന്ന എല്ലാ കേന്ദ്രങ്ങളിലും പശുക്കുഞ്ഞുങ്ങളെ അതിന്റെ മാതാവിന്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തും. ക്രൂരമായ രീതിയിലാണ്. അവർക്ക് മാസ്ക് ഇട്ട് കൊടുക്കുകയാണ് പാല് കുടിക്കാതിരിക്കാൻ. വാ മൂടി കെട്ടുകയാണ്. ചിത്രങ്ങളുണ്ടല്ലോ, നിങ്ങൾ അതിന്റെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാം. ഒരു തുള്ളി പാൽ ആ കുട്ടിക്ക് കൊടുക്കാതെ അവയ്ക്കെല്ലാം പൊടിയും മറ്റും കലക്കിയ ലിക്വിഡാണ് കുടിപ്പിക്കുന്നത്. അത് കുടിപ്പിച്ചു തീർക്കുക. അതിനേക്കാൾ ക്രൂരത എന്ന് പറയുന്നത് 2 മാസം പ്രായം. അപ്പൊ ആൺവിഭാഗത്തിൽപ്പെട്ടതിനെ കൊണ്ട് ഇവർക്ക് പ്രയോജനമില്ല. അപ്പൊ ഇത് 2 മാസം പ്രായമുള്ള ഏത് ജീവിയായാലും അത് കുഞ്ഞാണോ? പന്നിയുടെ ആകട്ടെ പശുവിന്റെ ആകട്ടെ അത് കുഞ്ഞാണ്. അതിനെ കൊണ്ടുവന്ന് അറവുശാലയിലേക്ക് വിടുകയാണ്. എന്തൊരു ക്രൂരതയാണത്. അപ്പൊ ഈ പശുക്കുഞ്ഞുങ്ങളെ അറുത്ത് നമ്മൾ ബേക്കണാക്കി മാറ്റി കഴിക്കുക, അത് ഒരു ക്രൂരത തന്നെയാണ്. ഇത് ഒരു ആശയപരമായ സംവാദമല്ല. നിങ്ങൾ ഡയറി ഫാമുകളുടെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നോക്കുക. അവിടെ ചെന്ന് കണ്ടാൽ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ പിന്മാറും ഭൂരിഭാഗം ജനങ്ങളും. കാരണം മനസാക്ഷിക്ക് വിരുദ്ധമായ, പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ ഡയറി ഫാമുകൾ നടക്കുന്നത്. ഒന്ന് കൃത്രിമമായി. അതേപോലെ ഈ ചിക്കൻ സെന്ററുകൾ, കോഴി ഉൽപാദന കേന്ദ്രങ്ങളിൽ ലക്ഷക്കണക്കിന് മുട്ട ഇങ്ങനെ വിരിയിച്ചെടുക്കുക. ഫാക്ടറികളുടെ കാര്യം ഞാൻ പറയുന്നത്. എന്നിട്ട് ഇതിനകത്തെ ആൺവിഭാഗത്തെ അന്നേരം തിരിഞ്ഞു മാറ്റുക. അത് കണ്ടിട്ടില്ലേ മെഷീൻ? എന്നിട്ട് എന്താ ചെയ്യുന്നത്? മുട്ടയിടുന്നതിനെയും കൊണ്ട് ഇവർക്ക് പ്രയോജനമുള്ളല്ലോ. മറ്റേ ആ കോഴിക്കുഞ്ഞുങ്ങളെയെല്ലാം മറ്റൊരു യന്ത്രത്തിലേക്ക്, ഗ്രൈൻഡറിലേക്കാണ് തള്ളിയിടുന്നത്. പൊടിച്ചു കളയുകയാണ്. ജനിച്ചു വീഴുന്ന കോഴിക്കുഞ്ഞിനെ അന്നേരെ ഇതിന് മനുഷ്യന് അവകാശമുണ്ടോ? ഒരു ഉറുമ്പിന് പോലും ജീവൻ കൊടുക്കാൻ കഴിയാത്ത മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നത്? കൃത്രിമമായി കോഴികളെ ഉൽപ്പാദിപ്പിക്കുക, അതിനെ കൃത്രിമമായി കൊന്നുകളയുക, ആയുസ് എത്തുന്നതിന് മുമ്പ് കൊന്നുകളയുക. നമുക്കെല്ലാം ആയുസ് ആരാ നിശ്ചയിച്ചിട്ടുള്ളത്? പ്രകൃതിയാണ്. അത് താങ്കൾ സമ്മതിക്കും? പ്രകൃതിയാണ് ആയുസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരാമയ്ക്ക് 120 വർഷം വരെ, മനുഷ്യന് 100 110 വർഷം വരെ, ഒരു ആനയ്ക്ക് 25 30 വർഷം വരെ, നായയ്ക്ക് പൂച്ചയ്ക്ക് എല്ലാത്തിനും പ്രകൃതി കൃത്യമായിട്ട് ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന് വിപരീതമായിട്ട് നമ്മൾ ലക്ഷക്കണക്കിന് ജീവികളെ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുക, അതിനെ നിഷ്കരണം കൊന്നുകളയുക, ആയുസ് എത്തും മുമ്പ് കൊന്നുകള. ഇത് പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. അതിന്റെ തിരിച്ചടികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിൽ തിരിച്ചടി എന്ന് പറയുമ്പോൾ, നമ്മൾ പ്രകൃതിയെ എങ്ങനെ ദ്രോഹിക്കുന്നു, അതിനെതിരെയുള്ള പ്രകൃതിയുടെ തിരിച്ചടി വരുന്ന ദുരന്തങ്ങളായിട്ടാണ്. നമ്മൾ എന്തെല്ലാം ദുരന്തങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നേരിടുന്നത്. അപ്പം ആ ദുരന്തങ്ങൾക്കൊക്കെ മനുഷ്യനൊരു ധാരണയുണ്ട്. ശാസ്ത്ര പുരോഗതി കൊണ്ട് മനുഷ്യന് മാത്രം മതി മറ്റുള്ള ജീവികളെ നമുക്ക് എങ്ങനെയും കൊന്നൊതുക്കാം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ ഏറ്റവും അവസാനം വരുന്ന തിരിച്ചടി എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യവംശം വംശനാശം സംഭവിക്കുന്ന ആ ജീവികളുടെ പട്ടികയിൽ മനുഷ്യൻ എന്ന് കയറി പറ്റുമെന്ന് നോക്കിയാൽ മതി. അപ്പോഴാണ് യഥാർത്ഥ തിരിച്ചടി വരുന്നത്. അപ്പൊ ബാക്കിയെല്ലാം നശിച്ചിട്ട് മനുഷ്യൻ ജീവിക്കുമെന്ന് കരുതണ്ട, നമ്മളും പോവും. പക്ഷെ ശാസ്ത്രം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ മനുഷ്യൻ ഏത് തരത്തിലായാലും സർവൈവ് ചെയ്യുന്നതാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ശോഭാഗ്രഹത്തിൽ വെള്ളം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു, ശോഭാഗ്രഹത്തിലേക്ക് മാറുന്നു, ചന്ദ്രനില് സ്ഥലം വരെ മേടിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ശാസ്ത്രമായിട്ട് നടക്കുമ്പോൾ മനുഷ്യന് ഒരു അവസാനം ഉണ്ടാവുമോ? മനുഷ്യൻ അവസാനിക്കുമല്ലോ. ഇതെല്ലാം കണ്ടില്ലേ, നിസാരം ഒരു കോവിഡ് വന്നപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന് വെള്ളം കുടിച്ചില്ലേ? ഇത്രയും പ്രഗത്ഭന്മാരായ ശാസ്ത്രജ്ഞരുള്ള നാട്ടിലല്ലേ എന്ത് ചെയ്തു? കോവിഡ് വന്നപ്പം മുറിവിട്ട് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. ആയിരങ്ങൾ മരിച്ചു വീണണൊക്കെ എന്ത് ചെയ്തു? ഒരു സൂക്ഷ്മ ജീവി വിചാരിച്ചതേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ശാസ്ത്ര വളർച്ച എന്നൊക്കെ നമുക്ക് പറയാം. ശാസ്ത്രം നല്ലത് തന്നെ, അത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ. പക്ഷെ നല്ല കാര്യങ്ങൾക്ക് മാത്രമല്ലല്ലോ ഉപയോഗിക്കുന്നത്, ആണോ? ഇന്ന് നമ്മൾ പറയുന്ന ഈ സാങ്കേതിക വിദ്യ പലതും, വിവര സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് മനുഷ്യന്റെ നേട്ടത്തെക്കാൾ ഉപരി ഏതിനാണെന്നറിയോ? കമ്മ്യൂണിക്കേഷൻ. അത് വൻകിട കമ്പനികൾക്ക് വേണ്ടിയുള്ള പരീക്ഷണങ്ങളാണ് നടക്കുന്നത്. അതിന്റെ നികുതി പണം കൊടുക്കുന്നത് നമ്മളും. പിന്നെ അവര് പറയാണ് ശാസ്ത്ര വളർച്ചയാണ്. അതാണല്ലോ നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഈ പറഞ്ഞ ഡയറി ഫാമിന്റെ കാര്യം പറഞ്ഞപ്പോ, പാല് ഓക്കെ ഫൈൻ, പക്ഷെ മലയാളിക്ക് എപ്പോഴും ചായയിൽ അത് പറ്റില്ല. ഇന്ന് ഹോട്ടലുകൾ ഉപരി ഒരു ചായക്കടയുള്ള സ്ഥലത്ത് ഇപ്പോ 10, 15, 20 ചായക്കടകളാണ് നമ്മുടെ ചുറ്റിനും കാണാൻ സാധിക്കുന്നത്. ഇപ്പോ വെറുതെ എത്ര ചൂടായാലും എത്ര മഴയാണെങ്കിലും ഒരു ചായ കുടിച്ചാലോ, ആ ഒരു ചായ കുടിക്കുമ്പോൾ വേറൊരു സൗഹൃദം കൂടി അവിടെ വളരുന്നുണ്ട്. അപ്പോ പാലില്ലാതെ ചായ നടക്കുമോ? അതാണ് എന്റെ അടുത്ത ചോദ്യം. അപ്പൊ നമുക്കിപ്പോ ഒരു ചായ കുടിക്കുന്നതിനോ, ഒരു വീട്ടിൽ ഇച്ചിരി പാല് കുടിക്കുന്നതിനോ
ഈ ആശയം എതിരല്ല. ഉം. നമ്മളത് എങ്ങനെയായിരുന്നു ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നത്? പശുവിനെ വീട്ടിൽ വളർത്തുമ്പോൾ നമ്മൾ പശുവിനെ നല്ല സംരക്ഷണം കൊടുത്തിട്ട് അതിൻ്റെ കുട്ടിക്ക് ആവശ്യമായ പാല് കൊടുത്തതിൻ്റെ ബാക്കി മാത്രമേ നമ്മുടെ മുൻ തലമുറ കറന്നെടുക്കാറുള്ളായിരുന്നു. അതിൽ അവർക്ക് നിഷ്കർഷ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഈ ഡയറി ഫാമിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം മാറ്റിവെക്കും. ലാഭം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അവിടെ ഒരു ജീവികളുടെ ആയുസ്സോ അവരുടെ നിലനിൽപ്പോ ബലി കഴിക്കപ്പെടുന്നു. അത് പ്രകൃതി നിയമങ്ങൾക്കെതിരാണ്. നമ്മളിപ്പോൾ ഒരു ചായ കുടിച്ചെന്നോ പശുവിന് അതിന്റെ കുട്ടിക്ക് കുറെ പാല് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളവർക്ക് കളയൊന്നും വേണ്ട, നമുക്ക് ഉപയോഗിക്കാം. അതൊരു ബാലൻസ്ഡ് ആയിട്ട് പോകണം. ആൾക്കാർ വിചാരിക്കും അതെ, പാൽ ഉപയോഗിക്കുന്നതിന് കർശനമായിട്ട് നമ്മൾ എതിർക്കുന്നത്. മാംസം കഴിക്കേണ്ടവർക്കും കഴിക്കാം, അതിനകത്ത് മറ്റു സംശയങ്ങളില്ല. ഇപ്പൊ എന്റെ അടുത്തൊരു സംശയം, പാല് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? ഇത് വളരെ വെജിറ്റേറിയൻ വളരെ എന്താണ് പറയുന്നത്, വളരെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ചോദ്യം. ഈ പാല് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? പാല് മാംസാഹാരമാണോ? അപ്പോൾ പാല് കുടിക്കാം, പക്ഷെ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇറച്ചി കഴിച്ചുകൂടെ എന്നൊരു ചോദ്യം വരും. പശുവിന്റെ പാല് കുടിക്കാമെങ്കിൽ അതിന്റെ ഇറച്ചി. അപ്പം നമ്മള് അത് ഒരിക്കലും ശ്രീനാരായണ ഗുരുവിനോട് ഒരാൾ ചോദിച്ചതാണ്. അപ്പം ഗുരു പറഞ്ഞ മറുപടി, നിങ്ങൾ അമ്മയുടെ പാല് കുടിച്ചിട്ടുണ്ടല്ലോ? ഉണ്ട്, പക്ഷെ ശരീരം കഴിക്കത്തുള്ളൂ. പശുവിന്റെ പാലെടുക്കുന്നതും മാംസമായിട്ട് ബന്ധമില്ല. അപ്പൊ പാല് വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും നമുക്ക് ആ പശുവിന്റെ കുട്ടിക്ക് കൊടുത്തതിന് ശേഷമുള്ള ബാക്കി എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു നിയമവും അവിടെ ലംഘിക്കപ്പെടുന്നില്ല. പക്ഷെ പശുക്കുട്ടികൾക്ക് മാത്രം കൊടുക്കാതെ മൊത്തം ഊറ്റിയെടുത്ത് അങ്ങനെയുള്ള ചൂഷണത്തെയാണ് അവിടെ എതിർക്കേണ്ടത്. ഇപ്പൊ ഡയറി ഫാംസില് പശുക്കുട്ടികൾക്ക് പാല് കൊടുക്കാറില്ല. ഏത് ഡയറി ഫാം പോയി നോക്കിക്കോളൂ, അവർക്ക് ലാഭം മാത്രം മതി. ആൺ വിഭാഗത്തിൽപ്പെട്ടതിനെ അന്നേരെ 2 മാസമേ അവർ നോക്കൂ, പിന്നെ അറുത്ത് മാറ്റി ബ്രെഡിനിടയിൽ വെച്ച് ബേക്ക് ചെയ്ത് നമുക്ക് തരികയാണ്. വിദേശ രാജ്യങ്ങളിലാണ് ഇത് കൂടുതലും. ബ്രിട്ടനിലൊക്കെ ഇതിന് പന്നിയുടെ ഇറച്ചിക്ക് വളരെ പ്രിയമാണ്. അപ്പോൾ ഈ 2 മാസം പ്രായമായ പന്നി കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയി കണ്ടിച്ച് മാറ്റി അവയെ കൊല്ലുന്നതും, അങ്ങനെ പറയുമ്പോൾ ഈ പന്നികളെ കൊല്ലുന്നത് ഇതാരും കാണുന്നില്ലല്ലോ. ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ഈ പന്നികളെ ഇങ്ങനെ മെഷീനിലൂടെ നിരനിരയായിട്ട് കൊണ്ടുവന്നിട്ട് ഇലക്ട്രിക് ഷോക്കാണ് കൊടുക്കുന്നത്. ആദ്യം വെള്ളം കോരി ഇതിന്റെ ദേഹത്തെല്ലാം ഇങ്ങനെ വെള്ളം തളിക്കും. ഈ മെഷീനിൽ ഇങ്ങനെ നിരന്ന് വന്നിട്ട് ഇതിനകത്തേക്ക് ഓസ് വെച്ച് വെള്ളം ഇങ്ങനെ ഒഴിക്കും. വെള്ളം ഒഴിച്ചിട്ട് ഷോക്ക് അടിപ്പിക്കും. അപ്പോൾ ആ ജീവി കിടന്ന് പെടയുകയാണ്. അപ്പോഴത്തേന് അടുത്തതിനെ പിന്നെ ഷോക്ക് കൊടുക്കും. 1-2 എണ്ണത്തിനെയല്ല കൊല്ലുന്നത്, ലക്ഷക്കണക്കിന് എണ്ണത്തിലെ പ്രോസസ്സിങ്ങിന് വിധേയമാണ്. നമ്മുടെ നാട്ടിലാണോ വിദേശ രാജ്യങ്ങളിൽ? ഇവിടെ അത്രയൊക്കെ ആയിട്ടില്ല. നമ്മുടെ പശുവിനെ പിന്നെ ഗോമാംസം പ്രോസസ് ചെയ്യുന്ന ഫാക്ടറികൾ ഉത്തരേന്ത്യയിലൊക്കെ ഉണ്ട്. അത് ഡെവലപ്പായി വരുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ പറയുമ്പോഴും ബീഫ് കയറ്റുമതി ഇന്ത്യക്ക് 2ാം സ്ഥാനം എന്തോ ഉണ്ട്. നമ്മൾ നന്നായിട്ട് കയറ്റി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ആരും കഴിക്കാൻ പാടില്ല. പക്ഷെ ഉത്തരേന്ത്യയിലൊക്കെ ഇത്രയും മാംസം കഴിക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ പന്നികളോട് ചെയ്യുന്ന ക്രൂരത കണ്ടാൽ പിന്നെ ഈ ബേക്കൺ ഐറ്റം ഒന്നും ആരും കഴിക്കില്ല. അപ്പൊ ഇതിനെ ഷോക്ക് അടിപ്പിച്ച് പെടയും. അപ്പോഴത്തേന് അടുത്തത് വരികയാണ്, ഇതിനെ അപ്പുറത്തേക്ക് തള്ളിക്കളയുക. അപ്പൊ പകുതി ജീവനേ ഉള്ളൂ. ആ ജീവനോട് തന്നെ അതിന്റെ തോലുരിഞ്ഞു മാറ്റുന്ന മെഷീനിലേക്ക് വിടുകയാണ്. അപ്പോൾ പകുതി ജീവനോട് അതിനെ കൊന്ന് അറുത്ത് മാറ്റി അതിന്റെ ജീവൻ ശരീരത്തിൽ നിന്ന് പോകുന്നത് തന്നെ അതിന് തൊട്ട് മുമ്പ് അത് കഷ്ണം പീസാക്കി കഴിഞ്ഞു. ഇങ്ങനെയുള്ള പ്രോസസ്സിംഗ് ആണ്. ഇതേ കാര്യം തന്നെയല്ലേ നമ്മുടെ മത്സ്യത്തിന്റെ കാര്യത്തിൽ വരുന്നത്? മത്സ്യം കഴിക്കുമ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പം വെജിറ്റേറിയനിസംകാരോട് ചോദിക്കും, താങ്കൾ ആലോചിച്ച് നോക്കൂ, മീൻ കഴിച്ചില്ലെങ്കിൽ, ഇറച്ചി കഴിച്ചില്ലെങ്കിൽ പ്രോട്ടീൻ കിട്ടില്ല. അതല്ലേ എല്ലാവരുടെയും പൊതുവെ നമ്മുടെ രാജ്യത്ത്. ഇതിനകത്തെ മതമോ ജാതിയോ ഒന്നും ചിന്തിക്കരുത്. ബ്രാഹ്മിൻസിനെ എടുത്തു നോക്കൂ. അവര് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് സസ്യാഹാരം കഴിച്ച് ജീവിക്കുന്നു. അവർ മാംസം കഴിക്കുന്നില്ല, മത്സ്യം കഴിക്കുന്നില്ല, മുട്ട കഴിക്കുന്നില്ല. അവരെത്ര പേര്, താങ്കൾ ആശുപത്രികൾ സന്ദർശിക്കൂ, മെഡിക്കൽ കോളേജുകൾ തന്നെ പോയി നോക്കൂ, എത്ര ബ്രാഹ്മിൻസ് അവിടെ ഉണ്ട്. അങ്ങനെ ഒരു കണക്കെടുത്ത് നോക്കൂ. ഇത് കാണുന്നവര് കമന്റ് രൂപത്തിൽ അറിയിക്കട്ടെ. ഞാൻ ബ്രാഹ്മിൻസിന്റെ കണക്കെടുത്ത് നോക്കൂ. അവർ എത്ര പേര് ആശുപത്രികളിൽ അയൺ ഡെഫിഷ്യൻസി കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് ചില ബ്രാഹ്മിൻസ് ഫിഷ് കഴിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ചിലര് അവരുടെ സ്വാതന്ത്ര്യം, അത് ഈ കാലഘട്ടത്തിന്റെ മാറ്റം അനുസരിച്ച് അവരും അതനുസരിച്ച് ഒഴുക്കിപ്പെട്ടിട്ടുണ്ട്. അവര് പൂജകൾ വിട്ടിപ്പം മറ്റു തൊഴിൽ സ്വീകരിക്കുമ്പോൾ അതിൽ പെട്ടുപോകുന്ന കുട്ടികൾ. ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്, കുറച്ച് നാൾക്ക് മുമ്പ് തന്നെ ചില ബ്രാഹ്മിൻസ് ഫിഷ് കഴിക്കുന്ന, അത് കഴിക്കുന്ന എവിടെ
കൊൽക്കത്ത കൽക്കട്ട സൈഡിലുള്ള സൈഡിലൊക്കെ കഴിക്കുന്നത് അവിടുത്തെ കാളി ആരാധനയായിട്ട് ബന്ധപ്പെട്ട അതിൽ ഈ മത്സ്യം കഴിക്കാം എന്നൊരു ശാസ്ത്ര നീതി അവിടെ ഉണ്ട്. കാളി ആരാധനയായിട്ട് ബന്ധപ്പെട്ടതാണ് അതല്ല. ഓക്കെ. അപ്പൊ അവർക്ക് അത് കഴിക്കാം. പക്ഷെ ഇവിടെ ഈ കേരളത്തിലെ ബ്രാഹ്മിൻസിനെ സംബന്ധിച്ച് അവരിതൊന്നും കഴിക്കാറില്ലായിരുന്നു പൊതുവെ. ബ്രാഹ്മിൻസ് കൂടുതൽ നെയ്യ്, പാല്, വെണ്ണ, തൈര് ഇതൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. അവർക്ക് ശരിയായ ആരോഗ്യം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആശുപത്രികളിലെ കണക്കെടുത്താൽ ബ്രാഹ്മിൻസ് വളരെ കുറവായിരിക്കും അവിടെ അഡ്മിറ്റ് ആവുന്നത്, മറ്റുള്ളവരാണ്. ഏറ്റവും കൂടുതൽ മാംസഭക്ഷണം കഴിക്കുന്നവരാണ് കൊളസ്ട്രോളും പിന്നെ BP ആയിട്ടൊക്കെ അഡ്മിറ്റ് ആവുന്നത്. ഓക്കെ. അപ്പൊ മാംസം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ലൈഫ് ഉണ്ടാവുന്നതാണ് താങ്കളുടെ ആശയം. പിന്നെ മറ്റൊരു പ്രധാന കാര്യമുണ്ട്, മറ്റൊരു പ്രധാനപ്പെട്ട മാംസാഹാരവും ഈ സസ്യാഹാരവും തമ്മിൽ. മാംസം ഭക്ഷിക്കുന്ന ആളുകളിൽ ക്രൂവൽ മൈൻഡ് കൂടുതലായിരിക്കും. അതെങ്ങനെ പറയാൻ വേണ്ടി കഴിക്കാം. സസ്യാഹാരം കഴിക്കുന്നവരെയും മാംസാഹാരം കഴിക്കുന്നവരെയും തമ്മിൽ എടുത്ത് പഠനം നടത്തിയാൽ കൂടുതൽ ക്രൂര മനോഭാവം മാംസാഹാരം കഴിക്കുന്നവരിലാണ്. ഇത് പഠനങ്ങളിലൂടെ വന്നതാണ്, അല്ലാതെ ഒരു വ്യക്തിയോ ഇവിടെ ആരോ ഈ ആശയത്തിനോ വേണ്ടി പറയുന്നതല്ല. ഓക്കെ. താങ്കൾ നോക്കൂ, മുയലിന്റെ സ്വഭാവം എന്താ? മുയല് സസ്യാഹാരിയോ നോണാ കഴിക്കുന്ന ആളാണ്? ആട് വെജിറ്റേറിയൻ ആണ്. സിംഹം, കടുവ, പുലി ഇവയുടെയൊക്കെ സ്വഭാവം ഒന്ന് കമ്പയർ ചെയ്യും. ഇത് പ്രകൃതിയിൽ നിന്ന് പഠിക്കാവുന്ന കാര്യമല്ല. ഇത് ഞാൻ ചോദിക്കുമ്പോ വേറൊരു കാര്യം പറയട്ടെ. ആന കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആണ്, പക്ഷെ ആളും ഭീകരനാണല്ലോ. അയ്യോ, ആന എങ്ങനെ ഭീകരനാവും? അതാണ് നമ്മുടെ തെറ്റിദ്ധാരണ. അത് ഈ അമ്പലങ്ങളിലൊക്കെ ആന ബഹളം വെക്കുന്നുകൊണ്ട് തോന്നുന്നതാണ്. ആനയെ പോലെ ശാന്തനായ ജീവിയില്ല. അല്ല, അമ്പലത്തെ കാര്യം മാത്രമല്ല, ഇപ്പൊ കാട്ടാനകൾ എത്ര തന്നെ. കാട്ടാനെ ആരെയും ഉപദ്രവിക്കാറില്ല. അതിന് ഉപദ്രവമാണെന്ന് തോന്നുമ്പോ അത് മൃഗമല്ലേ, അല്ലാതെ ഇറങ്ങി ഒരു ആനയും ഒന്നും ചെയ്യുന്നില്ല. ഈ ക്ഷേത്രങ്ങളിലൊക്കെ ബഹളം വെക്കുന്നത് അത് നമ്മുടെ കയ്യിലെ കുറ്റം കൊണ്ടാണ്. ആന ശാന്തമായ ജീവിയാണ്. ഈ ആനയെ വളർത്തലോ ആനയെ ഗവേഷണം നടത്തുന്ന ആളുകളോടോ ചോദിക്കുക, എത്ര ശാന്തനായ ജീവിയാണ്, അതിന് കരുത്തുണ്ടെന്നേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ് ഈ അമ്പലങ്ങളിൽ അക്രമം കാണിക്കുന്നത്? അതിന് മണിക്കൂറുകളോളം വെയിലത്ത് നടത്തുക, അതിന് സമയത്ത് ഭക്ഷണം കൊടുക്കാതിരിക്കുക, വെള്ളം കൊടുക്കാതിരിക്കുക, പിന്നെ ഏറ്റവും ഈ ശബ്ദം അതിന് എതിരാണ്. അതിന് ശബ്ദം അതിന്റെ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെടില്ല. പടക്കം പൊട്ടിക്കലും അതുപോലുള്ള കരിമരുന്ന് പ്രയോഗവും അതിന്റെ ആനയെ നിർത്തിയിട്ട് തൊട്ടടുത്തിട്ടാണ് പടക്കം പൊട്ടിക്കുന്നത്. എങ്ങനെ കലി ഇളകാതിരിക്കും? താങ്കൾ ഒരു ഹിന്ദു ഫിലോസഫറും കൂടിയാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പൂരങ്ങൾക്ക് ആനയെ എഴുന്നള്ളിപ്പിക്കാതെ പറ്റില്ല എന്നൊരു അതിനൊരു കാര്യമുണ്ട്. ഈ പൂരം, തൃശ്ശൂർ പൂരം പ്രധാനം അതാണല്ലോ. നമ്മളിപ്പം എല്ലായിടവും ഇതൊക്കെ കണ്ടിട്ട് ഇപ്പൊ ആന എഴുന്നള്ളിക്കുന്നുണ്ടാവും, അതിനെയൊന്നും നമ്മൾ കണക്കിലെടുക്കണ്ട. തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പം ആ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേക ആചാരവുമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് മുതലേ നടത്തി വരുന്ന ഒരു കാര്യം, നൂറ്റാണ്ടുകളായിട്ട് നടത്തി വരുന്നതാണ്. ആ തൃശ്ശൂരിന് മാത്രമുള്ളതാണ്, ആ പ്രദേശത്ത് മാത്രമുള്ളതാണ്, ആ ക്ഷേത്രത്തിന് മാത്രം ആചാരം. അപ്പൊ അതിനകത്താണ് ഈ കുടമാറ്റം അല്ലെങ്കിൽ ആന എഴുന്നള്ളിപ്പ്. അതവിടെ നടത്തിക്കോട്ടെ. പക്ഷേ നടത്തുമ്പോഴും ഈ ജീവികളെ, ആനയെ കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ അവിടെ പാലിക്കണം. പിന്നെ കരിമരുന്ന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഹിന്ദു ശാസ്ത്രങ്ങളിൽ ഒന്നും തന്നെ കരിമരുന്ന് പ്രയോഗം പറയുന്നില്ല. അത് ആര് നടത്തിയാലും തെറ്റ് തന്നെ. കരിമരുന്ന് പൊട്ടിച്ചാൽ, അല്ല താങ്കൾ സാധാരണ യുക്തിയിൽ ആലോചിച്ച് നോക്കൂ, കരിമരുന്ന് കത്തിച്ചാൽ ഏത് ദൈവമാണ് പ്രസാദിക്കുന്നത്? ഏത് ശാസ്ത്രത്തിലാണ് അത് പറഞ്ഞിട്ട്? അമ്പലത്തിലെ കഥന പൊട്ടിക്കുന്നത് എന്തിനപ്പോ? ഈ വെടികള് എന്തിനാണ് ഉണ്ടായത്? ഇത് എന്നുണ്ടാക്കിയതാ? ഒരു 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഈ വെടി. അന്ന് എന്തിനാണ് ഇത് ഉണ്ടാക്കിയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ശാസ്ത്രമൊന്നും വേണ്ട, ചിന്തിച്ചാൽ മതി. അന്ന് അപൂർവമായ ക്ഷേത്രങ്ങള് ഈ വിളക്ക് കത്തിപ്പ് പോലും ഉള്ളൂ. എല്ലാം ഇതേപോലെ മതിൽക്കെട്ടുകളില്ലല്ലോ. ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക, അവിടെ ഒരു ദേവതയുടെയോ അല്ലെങ്കിൽ ഈ ദേവന്റെയോ വിഗ്രഹം വെക്കുക, അതിനെ പിന്നെ അവിടെ ആരാധന, ആരെങ്കിലും ചെന്ന് വിളക്ക് കത്തിച്ചു ഇല്ലെങ്കിൽ പോരും. ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പം ഇവിടെ ഈ ദേവീ ദേവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ നിവേദ്യം കൊടുക്കുമല്ലോ. അത് നിവേദ്യം പഴമോ ശർക്കരയോ പായസം എന്തോ ആവട്ടെ, അവരവർക്ക് ഇഷ്ടപ്പെട്ട വന്ന് വെക്കും. അന്ന് ഈ അമ്പലങ്ങൾക്കൊന്നും കെട്ടുറപ്പില്ല. ഇത് കൊണ്ടുവച്ച് തൊഴുതിട്ട് അവരങ്ങ് പോവും. പോകുമ്പോ ഇത് എടുത്തോണ്ട് പോകുന്ന ആരായിരിക്കും? പട്ടി അല്ലല്ല, പട്ടിയുടെയും കാക്കയുടെയും ഒക്കെ ശല്യം, പൂച്ചയുടെയൊക്കെ ഉണ്ട്. അത് അന്ന് അങ്ങനെയാണ്. ഒന്നിനും മതിൽക്കെട്ടുകളില്ല. അപ്പൊ ഈ ആരാധന നടക്കുന്ന പവിത്രമായ സ്ഥലത്ത് ഈ പട്ടിയും പൂച്ചയും ഒന്നും അടുക്കാതിരിക്കാൻ വേണ്ടി
രാവിലെയും വൈകിട്ടും ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. അത് അങ്ങനെ കരിമരുന്ന് കത്തിച്ചാൽ ഇതിന്റെ ഈ ശബ്ദം ഉള്ളിടത്ത് കാക്ക എടുക്കില്ല. ഈ കഞ്ഞിസദ്യ നടക്കുന്നിടത്ത് പടക്കം പൊട്ടിക്കുന്ന കണ്ടിട്ടില്ല, കാക്ക എടുക്കാതിരിക്കാനാണ്. അപ്പൊ അത്രേ ഇവിടെ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ കരിമരുന്ന് പ്രയോഗിക്കുമ്പോൾ അന്തരീക്ഷത്തിനൊരു ശുദ്ധീകരണവും വരും. അതിന്റെ അർത്ഥം ലക്ഷക്കണക്കിന് സ്ഫോടക വസ്തുക്കൾ കത്തിച്ചു കളയുക എന്നല്ല, അതാരും ഉദ്ദേശിച്ചതുമില്ല. അതുകൊണ്ട് കരിമരുന്ന് പ്രയോഗം ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞു, കരിമരുന്നും നമുക്ക് വേണ്ട, ആനയെഴുന്നള്ളിപ്പ് വേണ്ട, കരിമരുന്ന് പ്രയോഗം വേണ്ട, ഇത് പിന്നെ അശാസ്ത്രീയമായ രീതികളാണ്. അപ്പൊ ആര് പറഞ്ഞാലും അത് അംഗീകരിക്കാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തൃശ്ശൂർ പൂരത്തിന് ഇപ്പൊ വലിയൊരു ദുരന്തം ഉണ്ടായി, കുറെ ആൾക്കാർ മരിച്ചു. അത് പറയുന്നത് ഇതൊരു ആചാരമാണ്, അതൊരിക്കലും നിർത്താൻ പറ്റില്ല എന്നാണ് അവർ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കൾ അതിനെങ്ങനെ നോക്കിക്കാണും? ആചാരം എന്ന് പറയുന്നത് ആരുണ്ടാക്കുന്നതാണ്? നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ലേ. ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത് തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഈ പരിഷ്കൃത സമൂഹത്തിൽ നമുക്കത് മാറ്റിക്കൂടാ. നൂറ്റാണ്ടുകളായി അല്ലെ വർഷങ്ങളായി തുടർന്നു വരുന്ന ആചാരത്തിൽ എന്തെങ്കിലും പറയാം. ഇത്രയും മനുഷ്യൻ കത്തി അമർന്നില്ലേ, എന്തിനാണ് ഇത്രയും സ്ഫോടക വസ്തു, ഇതെന്തിനാണ്? അപ്പൊ അത് മാറ്റണം, കാലഘട്ടത്തിനനുസൃതമായിട്ട് അത് മാറ്റുക തന്നെ വേണം. തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടും ഒഴിവാക്കേണ്ടതാണ് ശാസ്ത്രീയമായ രീതികളിൽ തന്നെ. അന്ന് തുടർന്ന് വന്നത് ഇന്നത്തെ സമൂഹത്തിന് അപകടമാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കുക. അതുകൊണ്ടൊന്നും ഒരു ദൈവവും കോപിക്കുന്നതായിട്ട് ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. കരിമരുന്ന് പ്രയോഗം ഹിന്ദുവിന്റെ ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം പിന്നെ എന്തിനാണ് ഇതൊക്കെ ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാക്കിയത്. ആൾക്കാരെ ആകർഷിക്കാൻ. ഇതിന്റെ അടിസ്ഥാന തത്വം ഹിന്ദുക്കൾ ശാസ്ത്രം പഠിക്കുന്നില്ല, ശാസ്ത്രം പഠിക്കാൻ അവർക്ക് അവസരം കിട്ടുന്നില്ല. അപ്പോൾ ആർക്കും എങ്ങോട്ടും വഴിതെറ്റിക്കാം. അപ്പോൾ എൻ്റെ അടുത്തൊരു ചോദ്യം, ഹിന്ദു ശാസ്ത്രപ്രകാരം എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം എങ്ങനെയാണ് നമ്മൾ പുലർത്തേണ്ടത്? ഹിന്ദു ശാസ്ത്രപ്രകാരം ക്ഷേത്ര ആരാധന, അതൊക്കെ ഹിന്ദു മതത്തെക്കുറിച്ച് പഠിക്കുമ്പോഴേ മനസ്സിലാവും. ക്ഷേത്രങ്ങൾ ആചാരത്തിന്റെ ഏറ്റവും താഴ്ന്ന പടിയാണ്. അത് ഞാൻ പറഞ്ഞതല്ല, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. അംഗനവാടികളാണ് ക്ഷേത്രങ്ങൾ. പിന്നെ അവിടുന്ന് പഠിച്ച് എങ്ങോട്ടാ? മേപ്പോട്ട് പോകണം അല്ലേ? ഹിന്ദുക്കൾ എവിടെ തങ്ങിക്കിടക്കുകയാണ്? ക്ഷേത്രത്തിൽ. ഇപ്പോഴും അന്നും തുടങ്ങിയപ്പോഴും ഇന്നും ക്ഷേത്രം. അമ്പലത്തിൽ പോവുക, വലം വയ്ക്കുക, കെട്ടുകാഴ്ചകൾ കാണുക, താലപ്പൊലി കാണുക, ചന്ദനം തൊടുക, വീട്ടിൽ പോവുക. ഇതിനപ്പുറം ഹിന്ദു മതം അവർക്കൊന്നുമില്ല. താങ്കളൊരു ഹിന്ദു ആണ്, ഹിന്ദു മതത്തിൽ ഇത് പറയുന്നത് ഇതിനപ്പുറം ഒന്നുമില്ല. അവർക്ക് ഭഗവത്ഗീത ഹിന്ദുവിന്റെ ആധികാരിക, ഇപ്പം ഇസ്ലാമിന്റെ ഖുറാനാണ്, ക്രിസ്ത്യാനിയുടെ ബൈബിളാണ്. പക്ഷെ ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്താണെന്ന് ചോദിച്ചാൽ എത്ര ഹിന്ദുക്കൾ ഉത്തരം പറയും? ഗീത, ഭഗവത്ഗീത. ഒരുപാട് പറയും. ഭഗവത്ഗീതയാണ് വേദാന്ത സംഗ്രഹമാണ് ഭഗവത്ഗീത. അപ്പൊ ഗീത ഭഗവത്ഗീതയാണ്. ശാസ്ത്രങ്ങളോ വേദമോ ഉപനിഷത്തോ ഒന്നും പഠിക്കാൻ ക്ഷേത്രങ്ങളിൽ അവസരമില്ല. അതിന് എന്നാൽ ഇവിടെ സാഹചര്യങ്ങളുണ്ട്, ആശ്രമങ്ങളുണ്ട്, സന്യാസിമാരുണ്ട്. അവരുടെ അടുത്തേക്ക് എത്ര പേര് പോകും പഠിക്കാൻ? ഗീതാ ക്ലാസ്സുകൾ വെച്ചാൽ പോലും കുട്ടികളെ ഹിന്ദുക്കൾ വിടാറില്ല അങ്ങോട്ട്. അപ്പൊ അവർക്ക് ഇതിനകത്തൊക്കെ ഇങ്ങനെ ഈ കാഴ്ചകളിൽ മയങ്ങി ഇങ്ങനെ കിടക്കണം. അതാണ് ആചാരപരമാണ്. താങ്കൾ ഒരു ദീർഘവീക്ഷണമുള്ള ആളെന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, ഈ ഹിന്ദുസം അല്ലെങ്കിൽ മതം പിടിച്ചുകൊണ്ട് ചില പാർട്ടികൾ ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട് പണ്ടേ മുതല്. അപ്പോ അതിലൊരു പാർട്ടി പറയുന്നത് ബീഫ് കഴിക്കാൻ പാടില്ല, വേറെ ഒന്നും കഴിക്കാം, അത് ഗോമാതാവാണ്. എന്നാ കാളയും പശു അല്ല പോത്തും ഒക്കെ നിങ്ങൾ കഴിച്ച പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പറയാനുള്ളതെന്ന് പറയുമ്പോ, ഈ മരുഭൂമിയില് ജീവിച്ച മനുഷ്യർക്ക് അവർക്കൊരു മതമുണ്ടല്ലോ, അവർക്ക് ഇതൊക്കെ കഴിക്കേണ്ടി വരും. പിന്നെ അത് ഒരു മതവിഭാഗം കഴിക്കുമ്പോൾ നമ്മൾ അതിനെ എതിർക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരാശയവും ആരിലും അടിച്ചേൽപ്പിക്കണ്ട. സ്വമേധയാ ആർക്കൊക്കെയാണോ ഇത് ബോധ്യപ്പെട്ടു വരുന്നത് അപ്പോൾ മാറും. അതിന് നമ്മൾ ആരെയും നിർബന്ധിക്കണ്ട. പിന്നെ നമ്മുടെ രാജ്യം എപ്പോഴും മതേതര സ്വഭാവമുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണോ അത് കഴിച്ചോട്ടെ.
അതിനകത്ത് അപ്പൊ താങ്കളുടെ ആശയം എന്ന് പറയുന്നത് ഈ എന്താ പറയാ മൃഗങ്ങളെ കൊല്ലുന്നത് അതെ ഒഴിവാക്കുക അതെ എന്നുള്ളതാണല്ലോ. ഒഴിവാക്കും. അപ്പൊ ഇങ്ങനെ അത് അവരുടെ അവര് ഇഷ്ടത്തിന് ചെയ്യുന്നതിന് നമുക്ക് നിയമം മൂലം നിരോധിക്കാനൊന്നും പറ്റില്ല. ഉം. കാരണം അങ്ങനെയുള്ള സംവിധാനത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. താങ്കളുടെ ആശയം ഒരു ബോധവൽക്കരണം. ബോധവൽക്കരണം മാത്രമാണ്. ഓക്കെ. അതിലേക്ക് ആരൊക്കെ ആകർഷകരായി വരുന്നു, ശരിയെന്ന് തോന്നുന്ന പാത അതിലേക്ക് വരും. ഇപ്പൊ നമ്മൾ ഇത് ഭാരതത്തിന്റെ കാര്യം പറഞ്ഞു. അമേരിക്കയിലും ബ്രിട്ടനിലും ജർമ്മനിയിലും എല്ലാം മാംസഭുക്കുകളുടെ നാടായിരുന്നു. അവര് യൂറോപ്യൻ രാജ്യങ്ങൾ നോക്കൂ, എല്ലാം വെജിറ്റേറിയനിസത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ബിക്കോസ് അവിടെയാണ് കൂടുതൽ ക്യാൻസർ കണ്ടുകൊണ്ടിരുന്നത്. ഇത് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്, ഞാൻ പഠിച്ച ഒരു കാര്യം കൂടിയാണ്. പണ്ടത്തെ ഒരു അമേരിക്കൻ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ ക്യാൻസർ കുറവായിരുന്നു. ബിക്കോസ് അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കൂടുതലും ഡയറ്ററിയും അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് വളരെ പക്കയായിരുന്നു. കാലത്ത് 2 കഞ്ഞി കുടിച്ച ആൾക്ക് ഒരു പ്രശ്നമില്ല. എന്താ വെച്ചാല് അത്രത്തോളം പണിയെടുക്കുന്നുണ്ടായിരുന്നു. അമേരിക്കൻസിൽ കൂടുതലും ഫാസ്റ്റ് ഫുഡ് അതിന്റെ ഒരു കടന്നുകയറ്റം കൂടിയപ്പോൾ ക്യാൻസർ രോഗം അവർ കൂടി. ഇപ്പൊ അമേരിക്കയിൽ ക്യാൻസർ രോഗം കുറവും. ഇന്ത്യയിൽ എസ്പെഷ്യലി കേരളത്തിലാണ് അർബുദ രോഗത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമായ കേരളം മാറി. പ്രധാനം കരിഞ്ഞ മാംസം ക്യാൻസറിന് കാരണമാവും. താങ്കൾ ഈ പറഞ്ഞ കോഴിയിറച്ചിയുടെ പേര് അൽഫാമോ അല്ലെങ്കിൽ കുഴിമന്തി. യഥാർത്ഥത്തിൽ കുഴിമന്തി അല്ല, അത് നിങ്ങളുടെ കുഴി മാന്തു എന്നാണ് പറയുന്നത്. പക്ഷെ ഏറ്റവും ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത് കുഴിമന്തി. ഓയിൽ ഇല്ല, ജസ്റ്റ് സ്റ്റീം ചെയ്ത് ആവിയിൽ ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് പറയാം. മാംസത്തിന് ഒരു കാര്യം ഞാൻ പറയാം, മാംസത്തിന് യാതൊരു രുചിയുമില്ല. മാംസം ചുട്ടു തന്നാൽ താങ്കൾ കഴിക്കുമോ? കഴിക്കും, ഛർദിക്കും. മാംസം ചുട്ടു തന്നാൽ ഛർദിക്കും. ബട്ട് പിന്നെ ഈ ടേസ്റ്റ് ആയിട്ട് വരുന്നത് അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ്. അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് രുചി അൽഫാം എന്ന് പറയുന്നത് ചുട്ടു തരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് മസാലകൾ. അതേസമയം മാംസം ചുട്ടു തന്നാൽ ഒരു മനുഷ്യനും കഴിക്കാൻ പറ്റില്ല. ശരിയാണ്. ബിക്കോസ് ഞാൻ ഡയറ്റ് ജിമ്മിൽ പോയപ്പോ ഡയറ്റ് എടുത്തത് ചിക്കൻ പുഴുങ്ങി കഴിക്കാനൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അത് കഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി അങ്ങനെ അത് ഇൻഗ്രീഡിയൻസ് ഓട്ടോമാറ്റിക് വരും, ഇല്ലാതെ മനുഷ്യന് കഴിക്കാൻ പറ്റില്ല. അപ്പൊ മാംസം ഒരിക്കലും ഒരു രുചിയുള്ള ആഹാരമൊന്നുമല്ല. ജീവൻ ഇല്ലാതാക്കാതിരിക്കാന്നാണല്ലോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? കോഴിയുടെ കോഴിമുട്ട എന്ന് പറയുന്നത് ജീവനാണ്. അതിൽ നിന്നാണല്ലോ ജീവൻ ഉത്ഭവിക്കുന്നത്. അപ്പൊ കോഴിമുട്ട കഴിക്കാൻ പാടില്ല. അത് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? കോഴിമുട്ടയെ സംബന്ധിച്ചിടത്തോളം കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും കോഴിമുട്ട ഒരു ജീവിയാവേണ്ടതാണ്, അണ്ടമാണ്, അതൊരു ജീവിയാവേണ്ടത്. അപ്പൊ ഈ വെജിറ്റേറിയൻ ആണെന്ന് പറയുന്ന ആളുകൾ മുട്ട കഴിക്കേണ്ട കാര്യമില്ല. നോൺ കഴിക്കുന്നവർക്ക് അത് കഴിക്കുകയും ചെയ്യാം, അവർക്കത് പ്രശ്നമല്ല. ജീവിയെ കൊന്നു കഴിക്കാമെങ്കിൽ ജീവനില്ലാത്ത മുട്ടയും കഴിക്കാം. അപ്പൊ അത് വെജിറ്റേറിയൻസ് പക്ഷേ മുട്ട കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ചോദിക്കുന്നത് മുട്ട എന്ന് പറയുന്നത് വെജിറ്റേറിയൻ ആണ്, മുട്ട നോണാണ്, നോൺ വിഭാഗത്തിലേ വരൂ. കാരണം അതൊരു ജീവിയാകേണ്ടതാണ്. ബിക്കോസ് പല സെലിബ്രിറ്റീസ് വരെ പറഞ്ഞിട്ടുണ്ട് മുട്ട വെജിറ്റേറിയൻ അല്ലേ. അല്ലല്ല, അങ്ങനെയല്ലല്ലോ. മുട്ട ഒരു ജീവിയുടെ ആദിമ രൂപമാണ്. അത് നാളെ ഒരു ജീവിയാവേണ്ടതാണ്. അതിന്റെ കോശങ്ങളും അതിന്റെ ഘടനയുമാണ് അതിൽ സൂക്ഷ്മമായിട്ടിരിക്കുന്നത്. ഒരു ജീവിയുടെ സൂക്ഷ്മമായ രൂപമാണ് അതിന്റെ അണ്ഡം. അപ്പൊ അത് നോൺ തന്നെയാണ്. ഇത് എല്ലാവരുടെ അടുത്തും ഞാനടക്കം സമ്മതിക്കും. അതായത് മുട്ട എന്ന് പറയുന്നത് ഒരു ജീവനുള്ള സംഭവം തന്നെയാണ്. അത് നോൺ വെജിറ്റേറിയൻ ആണ്. പക്ഷെ ഈ വെജിറ്റേറിയൻസിൽ മുട്ട കഴിക്കുന്ന ആൾക്കാർ പറയും അത് വെജിറ്റേറിയൻസ് പലരും, ചിലരിപ്പോ ഈ മുമ്പേ പറഞ്ഞ ബ്രാഹ്മിൻസിൽ തന്നെ ചിലരൊക്കെ ഇപ്പം രഹസ്യമായിട്ട് കഴിക്കുന്നില്ലേ. അവരിപ്പം നമുക്ക് അവരുടെ സ്വാതന്ത്ര്യം, നമ്മൾ അതിനെയൊന്നും ചോദ്യം ചെയ്യുന്നില്ല. ആരാണോ ഒരാശയം മുന്നിൽ കണ്ട് ഞാൻ ഇന്നതൊക്കെ കഴിക്കും. മദ്യം കുടിക്കുന്നവര് അവരിനി ആര് ബോധവൽക്കരണം നടത്തിയാലും മദ്യം കഴിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ നിയമം മൂലം ഒന്നും നിരോധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആശയം? താങ്കൾ മുമ്പ് ഇറച്ചി മത്സ്യമാംസങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ വീട്ടിലൊക്കെ പണ്ട് കഴിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോഴും വീട്ടിൽ കഴിക്കും. ഞാന് ഭഗവത്ഗീത പഠനത്തിലേക്ക് വന്നതിന് ശേഷമാണ്. എത്രാമത്തെ വയസ്സിലാണ് പഠനം? അതൊരു 10-22 വയസ്സ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിനുശേഷം മാംസാഹാരം ഉപേക്ഷിക്കണമെന്ന് തോന്നുകയും അങ്ങനെ ഗുരു പറയുകയും ചെയ്തു. മാംസാഹാരം ഉപേക്ഷിച്ചത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഒരു ഡെഫിഷ്യൻസി ഉണ്ടായിട്ടില്ല. അയൺ ഡെഫിഷ്യൻസി ഉണ്ടായിട്ടില്ല. വണ്ണം വയ്ക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രശ്നങ്ങളില്ല. വേറെ എന്തെങ്കിലും ആരോഗ്യപരമായിട്ട് പ്രഷർ, ഷുഗർ അങ്ങനെ ഒന്നും ബാധിച്ചിട്ടില്ല. ഇല്ല, ഇതുവരെയും ബാധിച്ചിട്ടില്ല. അതായത് താങ്കൾ പറഞ്ഞു, ഇപ്പൊ എനിക്ക് തോന്നുന്നു താങ്കൾ ലൈഫ് സ്റ്റൈൽ 22ാമത്തെ വയസ്സ് മുതൽ മത്സ്യമാംസങ്ങൾ ഉപേക്ഷിച്ചു എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഒരു കംപ്ലീറ്റ്ലി ഒരു വെജിറ്റേറിയൻ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ജീവിക്കാം എന്നാണോ? തീർച്ചയായിട്ടും വെജിറ്റേറിയൻസിന്റെ ആരോഗ്യമായിരിക്കും
കൃത്യമായിട്ട് പോകുന്നത്. ആരെ വേണേലും എടുത്തു നോക്കി. വെജിറ്റേറിയൻസിൻ്റെ ആഹാര രീതികളും അവരുടെ ആരോഗ്യവുമായിരിക്കും മെച്ചപ്പെട്ടിരിക്കുന്നത്. നോൺ വെജിറ്റേറിയൻസ്, അതായത് മാംസാഹാരം കൂടുതൽ കഴിക്കുന്നവർ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് രോഗങ്ങൾക്ക് അടിമപ്പെടും. നിങ്ങൾ നിരീക്ഷിച്ചു നോക്കൂ. ശരിയാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ എത്രയൊക്കെ സമ്മതിച്ചില്ലെങ്കിലും അത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ കൂടുതലും കുട്ടികളിലാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് നമ്മളൊരു ഇന്റർവ്യൂ എടുത്തപ്പോൾ മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. അതായത് ഡോക്ടർമാരെ തന്നെ പറയാണ്, ജനിച്ചു വീഴുന്ന കുട്ടികൾ പണ്ട് 8 മാസം അല്ലെങ്കിൽ 9 മാസം ആകുമ്പോഴേക്കും മുട്ടിൽമേൽ നടക്കുന്നത് ഇപ്പോൾ 5-6 മാസം ആകുമ്പോഴേക്കും മുട്ടിൽ നടന്നു തുടങ്ങി. പിന്നെ കുട്ടികളിലേക്ക് ഇപ്പൊ ആർത്തവം അല്ലെങ്കിൽ പീരീഡ്സ് ആവുന്ന അത്രയും ഏർലി സ്റ്റേജിലേക്ക് നേരത്തെ ആയി. അതായത് മനുഷ്യവർഗത്തിന്റെ ആയുസ് ചുരുങ്ങുക. നേരത്തെ 100-120 എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ ഇനി താഴെ പോകുന്നു. ഓക്കെ, ആയുസ് കുറയുകയാണ്. നമ്മൾ പരിഷ്കൃതമായിട്ട് ആഹാര രീതികളെല്ലാം കൂട്ടിയിട്ടുണ്ട്. കൂടുതൽ പോഷകമുണ്ട്, കൂടുതൽ വൈറ്റമിൻ ഉണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് മനുഷ്യന്റെ ആയുസും കുറഞ്ഞു വരികയാണ്. ഓക്കെ, ഇപ്പൊ വെജിറ്റേറിയൻ, താങ്കൾ ഒരു വെജിനസത്തിന്റെ ഒരു ആളെന്ന് നിലയ്ക്ക് ഞാൻ ചോദിക്കണം, എങ്ങനെ നമുക്ക് വെജിറ്റേറിയനിൽ നിന്ന് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും? തീർച്ചയായും പ്രകൃതി എല്ലാ ജീവികൾക്കും വേണ്ടത് ഈ പ്രകൃതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്യാരറ്റിൽ വൈറ്റമിൻ എ ഉണ്ടെന്ന് അറിയാമല്ലോ. അതെ, പാല് കുടിച്ചില്ലെങ്കിലും ക്യാരറ്റ് പോലുള്ള സാധനങ്ങൾ കഴിച്ചു. അതുപോലെ പ്രോട്ടീൻ എല്ലാം പയർവർഗ്ഗങ്ങളിലുണ്ടല്ലോ. പക്ഷെ ഈ പയർവർഗ്ഗങ്ങളെല്ലാം ഗ്യാസിക് ഉണ്ടാകുന്നതാണ്. പയർവർഗ്ഗങ്ങൾ കഴിച്ച് അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് ഇവിടെ ബ്രാഹ്മണർ ജീവിച്ച് അവർക്ക് ഈ ഒരു രോഗവും പിടിപെട്ടിട്ടില്ല. അതിന് ആനുപാതികമായ ഘടകങ്ങളെല്ലാം വെജിറ്റേറിയനിസത്തിൽ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം ഓരോ വൈറ്റമിൻ്റെയും ഡെഫിഷ്യൻസിക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഭക്ഷണ രീതി നമ്മൾ മാറ്റിക്കൊണ്ട് പോയിട്ട് നമ്മൾ ചിന്തിക്കുക, ഇതിപ്പോ അറേബ്യൻ ഫുഡുകളാണ് ഇവിടെ കൂടുതൽ അല്ലേ. കേരളത്തില് നമ്മുടെ ആ പഴയ സദ്യ ഓർമ്മയുണ്ടല്ലോ, എല്ലാ സമ്പുഷ്ടമായ ഭക്ഷണം. ആ സദ്യ അതിൽ ഇറച്ചി വെക്കുമായിരുന്നു. ഓണസദ്യ എന്ന് നമ്മൾ പറഞ്ഞത് അതമ്പട പരമ്പരാഗതമായ സദ്യ. അതിനെ തൂത്തെറിഞ്ഞിട്ട് ഇപ്പൊ ഈ അൽഫാമോ അല്ലെങ്കിൽ കുഴിമന്തി അതുപോലുള്ള വറുത്ത പൊരിച്ച ചുട്ടെടുത്ത ആഹാര രീതി നമ്മൾ പിന്തുടരാൻ തുടങ്ങിയതാണ് പ്രശ്നം. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളുള്ള ഇന്ത്യയിൽ, ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്, ഏറ്റവും കൂടുതൽ രോഗങ്ങളുള്ളത്. അത് തന്നെ മതിയല്ലോ. അത് മറ്റോ ഇപ്പൊ നോർത്ത് സൈഡിൽ പോയി കഴിഞ്ഞാൽ കൂടുതലും വെജിറ്റേറിയൻസ് ആണ്. നോർത്ത് ഇന്ത്യയിൽ കൂടുതലും വെജിറ്റേറിയൻ. അവിടെ കൂടുതലും വെജിറ്റേറിയൻ ഐറ്റംസ് ആണ്, ഡിഷുകളാണ് കൂടുതലും. അവിടെ വീടുകളിലും അത് തന്നെ. അപൂർവമായി മാത്രം കുറച്ചു പേര് മാംസം കഴിക്കും. കബാബ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു. അത് ഇപ്പോഴിപ്പോഴാണ്. നേരത്തെ നോർത്ത് ഇന്ത്യയിൽ അപൂർവമായിട്ടായിരുന്നു. അതെ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മലയാളികളുടെ ഏറ്റവും എന്താ പറയാ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം, പൊറോട്ടയും ബീഫും ദേശീയ ഭക്ഷണമാണ്. ദേശീയ ഭക്ഷണമാണ്. അപ്പൊ അത് കഴിക്കണോണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പമില്ല. ഡോക്ടർമാരോട് തന്നെ ചോദിക്കും, പൊറോട്ട കഴിക്കാവോ എന്ന് ചോദിക്കും. അവര് പറയുന്നത് ഇതേ കാര്യം നമ്മളിപ്പോ ചില ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, പൊറോട്ട കഴിച്ചുകൊണ്ട് യാതൊരു പ്രശ്നമില്ല, പക്ഷെ ഉപയോഗമില്ല. കഴിക്കാം, മൈദ എടുത്ത് കഴിച്ചാൽ ആരും മരിച്ചു പോവില്ല, പക്ഷേ യാതൊരു പ്രയോജനമില്ലാത്ത ആഹാരമാണ് മൈദ. പിന്നെ അവര് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യും, കൊച്ചുങ്ങൾക്കും പാല് കൊടുത്തോളാൻ പറയും. കാരണം അവരിപ്പോ പറയുന്നത് ഒറ്റ ചോദ്യമുള്ളൂ, ആ ഡോക്ടർമാരല്ലെങ്കിൽ അലോപ്പതി പറയുന്നത്, സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു മരുന്ന് അവരുടെ കയ്യിലുണ്ടോ? പ്രഷറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് കുറെ നാൾ കഴിയുമ്പോൾ ഷുഗർ വരും ഓട്ടോമാറ്റിക്കായിട്ട്. ആണോ? അലോപ്പതി ശരിയല്ല എന്ന രീതിയിൽ. ശരിയല്ല എന്നല്ല, വികസിതവും ഗവേഷണങ്ങളെന്നല്ല. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർ എവിടെങ്കിലും പോയി ഒരു സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വരുന്നു, എവിടെയോ ആവട്ടെ, നമുക്ക് എവിടെ നിന്നെങ്കിലും. അവര് ആ പഠനം പൂർത്തിയാക്കി ഇറങ്ങിയിട്ട് ആശുപത്രികളിൽ വരുന്നു, രോഗികളെ കാണുന്നു. ഒറ്റ ചോദ്യം, ഒരാളുടെ രോഗം നിർണയിക്കാൻ എങ്ങനെയാണ് നിർണയിക്കുന്നത്? സ്കാന്, ബ്ലഡ് ടെസ്റ്റ്, ലാബ്, എല്ലാം ലബോറട്ടറീസ് പറയും ഒരാളുടെ രോഗം എന്താണെന്ന്. ഇപ്പോ രോഗം കിട്ടിയല്ലോ, മരുന്ന്, അത് മരുന്ന് കമ്പനികൾ പറയും. Then what is the role of a doctor? ഏത് ഡോക്ടറാണ് ഇതിൽ ഗവേഷണങ്ങൾ നടത്തുന്നത് പഠിച്ചിറങ്ങിയ ശേഷം? കുറവാണെന്നല്ല, 90% പിറ്റേന്ന് മുതൽ ഡോക്ടറാണ് രോഗികൾക്ക് മരുന്ന് കമ്പനികൾ പറയുന്നത്. ഈ കഴിക്കുന്ന മരുന്നിന് എന്ത് സൈഡ് ഇഫക്റ്റ് ആണെന്ന് ഏത് ഡോക്ടർക്ക് അറിയാം? ഒന്ന് ചോദിച്ചു നോക്കൂ. ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, അതിന്റെ സൈഡ് ഇഫക്റ്റ് എന്താണ്? ഇപ്പം പറയുമല്ലോ, പനിയുടെ നമ്മൾ പാരസെറ്റാമോൾ വികസിത രാജ്യങ്ങളെല്ലാം എന്നേ നിരോധിച്ചു കഴിഞ്ഞു. ഇപ്പോഴും നമ്മുടെ ഡോക്ടർമാർ ഏതാ കൊടുക്കുന്നത്? അല്ല, ഇപ്പൊ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്, കഫ് സിറപ്പ് പോലും പ്രിസ്ക്രിപ്ഷൻ കൊടുക്കില്ല. നമ്മൾ എത്ര വാങ്ങിച്ച് കഴിച്ചു?
ശരിയാണ്. ഡോക്ടർമാർ എത്ര കുറിച്ച് തന്നു. അപ്പം വലിയൊന്ന് വിവേകമാണിത്. മെഡിക്കൽ റിപ്പിന്റെ ഒരു കഴിവ് പോലെ ഇരിക്കും മരുന്നുകൾ. മെഡിക്കൽ കമ്പനികളാണ് രോഗങ്ങൾക്കുള്ള മരുന്ന് നിർണ്ണയിക്കുന്നത്. ഡോക്ടർമാർ വെറും റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് മാറുക അവരുടെ. കമ്മീഷനാണെന്നുള്ള കാര്യം അത് പറയണ്ട, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ലബോറട്ടറികൾ രോഗം നിർണ്ണയിക്കും, മെഡിക്കൽ കമ്പനികൾ മരുന്ന് നിർണ്ണയിക്കും. പിന്നെ ഡോക്ടർക്ക് ഇവിടെ റോളുണ്ടോ? അപ്പൊ ഞാൻ കരുതി ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഏതിനെ ആശ്രയിക്കും? തീർച്ചയായും അവർക്ക് ആശുപത്രികളിൽ തന്നെ പോകാം. നമുക്ക് മുന്നിൽ മറ്റു വഴികളില്ലല്ലോ. അപ്പോ അലോപ്പതി പറഞ്ഞു, അലോപ്പതിയിൽ കുറെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അവരെ ആശ്രയിക്കാതിരിക്കാൻ പറ്റും. അപ്പൊ ആയുർവേദവും ഹോമിയോ അതിന്? ആയുർവേദം പരമ്പരാഗത ചികിത്സാ രീതിയാണ്. ഇത്രയും രോഗങ്ങൾ ആയുർവേദം കഴിച്ച കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആയുർവേദം എവിടെയായി തെറ്റുന്നതെന്ന് ചോദിച്ചാൽ, താങ്കൾക്കൊരു മരുന്ന് തരുമ്പോൾ അതെങ്ങനെ കഴിക്കണം, എത്ര നാളത് കഴിക്കണം, എന്തെല്ലാം ഭക്ഷണത്തിൽ ഒഴിവാക്കണം, എന്തേ കഴിക്കാവൂ, അത് കൃത്യമായിട്ട് പാലിച്ചു നോക്കിയാൽ ആയുർവേദം ഫലപ്രദമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ഇതൊന്നും ചെയ്യാതെ അലോപ്പതി മരുന്നാകുമ്പോൾ നമുക്ക് അവിടെ ഇന്നത് കഴിക്കരുതെന്നൊന്നുമില്ല, നമുക്ക് എന്തും മാറി കഴിക്കും. ഈ നിർദ്ദേശങ്ങൾ കഴിക്കാതെ ആയുർവേദ മരുന്നുകൾ വാങ്ങിച്ച് കഴിക്കും. ഇപ്പോൾ പറയണം എണ്ണ ഒഴിവാക്കണം, അവർ പറയും എണ്ണ ഒഴിവാക്കിയൊന്നും പറ്റത്തില്ല, മരുന്ന് കഴിക്കാം പക്ഷെ എണ്ണ കഴിക്കും. അത് ഒഴിവാക്കില്ല. കർശനമായ നിർദ്ദേശങ്ങളാണ്. അത് പാലിച്ചു നോക്കുമ്പോൾ രോഗങ്ങൾക്ക് കുറവ് വരുന്നതായിട്ടാണ് അനുഭവസ്ഥരെല്ലാം. ഹോമിയോ ആണെങ്കിലോ? ഹോമിയോയിൽ സൈഡ് എഫക്ട്സ്? ഹോമിയോ പറ്റി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അത് രണ്ട് വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. ഹോമിയോ പിന്നെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കത്തില്ലെന്നോ, അതിനെക്കുറിച്ച് ഡോക്ടർമാരുടെ ഇടയിൽ തന്നെ രണ്ടഭിപ്രായമാണ്. അലോപ്പതിക്കാർ പറയുന്ന ഹോമിയോ വിശ്വസിക്കുകയായിരുന്നെന്ന്, ഹോമിയോക്കാർ പറയുന്ന അലോപ്പതിക്കാരെ വിശ്വസിക്കരുത്. നമുക്ക് അതിനെ പറ്റി കൂടുതലൊന്നും ഗവേഷണങ്ങളുടെ താങ്കളുടെ അഭിപ്രായത്തിൽ എനിക്ക് പ്രത്യേകിച്ച് അതിനകത്ത് അഭിപ്രായമില്ല. പക്ഷെ ചിലപ്പോഴൊക്കെ ഹോമിയോ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, നേരം ഭേദപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് അങ്ങനെ പറയരുതല്ലോ. സൈഡ് എഫക്ട്സ് ആണ് നമ്മൾ ചർച്ച. എന്തായാലും അലോപ്പതിക്ക് സൈഡ് എഫക്ട് ഉണ്ടെന്നുള്ള എല്ലാവരും സമ്മതിക്കും. അപ്പൊ ഹോമിയോപ്പതിക്ക് സൈഡ് എഫക്ട് ഇല്ലാത്തതുകൊണ്ട് ഹോമിയോന് കുഴപ്പമില്ലല്ലോ, അതൊന്നും അല്ലെ രോഗിയെ കൊല്ലത്തില്ലല്ലോ. ഇനിയിപ്പോ വേറൊരു കാര്യം, ഇപ്പൊ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു, ഒരു സ്വാമി ഇരുന്നിട്ട് എന്തിനാണ് ഷർട്ട് ഊരണേന്ന് ഒരു ഭക്തൻ ചോദിച്ചപ്പോ അത് പറഞ്ഞു, അത് അതിന്റെ ആവശ്യമില്ല, നമ്മൾ കാലഘട്ടം മാറി ഷർട്ട് ഇടാതെ അമ്പലത്തിൽ കയറണം. അദ്ദേഹം ഉദാഹരണം പറഞ്ഞത്, അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ട് ഊരുന്നു, ചൈതന്യം മൊത്തം ആകർഷിക്കുന്നു, സ്ത്രീകൾക്ക് ചൈതന്യം കുറവ് മതി, അതുകൊണ്ട് അവർ വസ്ത്രം ഇടുന്നു. എന്നാൽ ശബരിമലയിൽ പോകുമ്പോൾ നമ്മള് വസ്ത്രം ഊരുന്നില്ല, നമ്മള് പുതപ്പും എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് പോകണം. അപ്പൊ നമുക്ക് ഈ ചൈതന്യം അവിടെ കുറച്ചാണ് തരുന്നത് എന്നുള്ളൊരു ഹാസ്യരൂപത്തിൽ ആ സ്വാമി പറയുന്നതും കേട്ടിരുന്നു. അപ്പോൾ ഇപ്പോഴും അമ്പലങ്ങളിൽ നമ്മൾ ഷർട്ട് ധരിക്കാതെ വേണം അമ്പലത്തിൽ കയറണം, ജീൻസ് ഇടാൻ പാടില്ല, മുണ്ടെടുക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അതിന്റെ ആവശ്യകത ഉണ്ടോ? കാലം മാറിയിട്ടും ഈ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഷർട്ട് ഇടണോ വേണ്ട എന്നുള്ള ഒരു ഇപ്പൊ അടുത്തിടയ്ക്ക് വന്ന ഒരു വിവാദമാണ്. ഇപ്പൊ എവിടെ പോകുമ്പോഴും ചില നിയമങ്ങൾ പാലിക്കണമല്ലോ. സ്കൂളിൽ പഠിക്കുമ്പം അവരെന്തിനാ യൂണിഫോം വെക്കുന്നത്? നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ടുണ്ടെങ്കിൽ പോയാൽ പോരെ. അപ്പോൾ ഒരു സ്കൂളുകാർ പറയാണ് ഇന്ന യൂണിഫോം ഇട്ടുകൊണ്ട് ഇവിടെ വരാവൂ കുട്ടികൾ, അതവരുടെ ബൈലയാണ്. ആ യൂണിഫോം ഇട്ടുകൊണ്ട് വേറെ സ്കൂളിൽ ചെല്ലാൻ പറ്റത്തില്ല, കേട്ടില്ല, അവർ പറയുന്ന കളർ. അപ്പൊ ഇതേപോലെ ഓരോ ക്ഷേത്രത്തിനും അവിടുത്തെ ദേവതാ സങ്കല്പങ്ങൾക്കനുസരിച്ച് നിയമങ്ങളുണ്ടാവും. അത് പാലിക്കുന്നതിൽ എന്താണ് തെറ്റ്? അത് പാലിക്കാൻ പാലിക്കാൻ കഴിയാത്തവർ പോകണ്ട. ക്ഷേത്രം എന്ന് പറയുന്നത് നിങ്ങൾ രാവിലെ പ്രഭാതത്തിൽ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വന്ന് നിങ്ങളുടെ ദിവസം തുടങ്ങുക. അപ്പോൾ എന്തെങ്കിലും മാറ്റം അന്നത്തെ ദിവസം ഉണ്ടോ ഇല്ല, ഇത് സ്വയം പരീക്ഷിക്കൂ, അങ്ങനെ നോക്കുക. അപ്പൊ മാറ്റം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് വരുമ്പോൾ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടും. അവിടെ ഇപ്പം കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ എപ്പോഴും പോസിറ്റീവ് എനർജി ആയിരിക്കും. അപ്പൊ ഇത് ഷർട്ട് ഇടുന്നത് അത് മാത്രമല്ല, അതിന് പിന്നിലും പല ശാസ്ത്രങ്ങളുണ്ട്. നമ്മൾ ഷർട്ടും എല്ലാം ഇട്ട് ആ ഷർട്ടൊക്കെ ഒന്ന് ഊരും, നമ്മുടെ അഹംബോധം ഒരു ഇച്ചിരി കുറയും, ഇച്ചിരി അഹങ്കാര മനോഭാവം. നാണം മറിക്കാനാണ് നമ്മൾ ഷർട്ടും വസ്ത്രം ഉപയോഗിക്കുന്നത്. അവിടെ അത് നാണം എന്നുള്ളത് അവിടെ നമ്മുടെ ഒരു അഹംബോധമാണ്. ആ ഷർട്ടൊക്കെ ഊരുമ്പോൾ നമ്മളിൽ ഒരു ഇച്ചിരി വിനയമൊക്കെ വരും. അതൊക്കെ വേണ്ടാന്ന് വെക്കണ്ട, അത് ആ ആചാരം നിലനിൽക്കുന്നിട്ട് അങ്ങനെ തന്നെ പോകണം. ഇപ്പൊ ഇതേ കാര്യം പറഞ്ഞപ്പോ ഇപ്പൊ ആർത്തവാവധിയൊക്കെ കൊടുത്തു. നമ്മളെ കാലഘട്ടം മാറുന്നതനുസരിച്ച്
അത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾക്ക് അത് എന്താ അഭിപ്രായം? അതൊക്കെ ഓരോ പെൺകുട്ടികൾക്ക് അത് ആവശ്യമാണെന്നൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ. ഓക്കെ, അതൊന്നും നമ്മൾ എന്റെ ചോദ്യം അതല്ല, താങ്കൾ ഹിന്ദു ഫിലോസഫർ ആയതുകൊണ്ട് അതും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, അമ്പലത്തില് ആർത്തവമുള്ള സ്ത്രീകൾ കയറാൻ പാടില്ല, അശുദ്ധിയാണ് എന്നൊരു എന്ന് പറയാൻ കാര്യം, ക്ഷേത്രത്തിനകത്തുള്ള നിയമങ്ങള് സ്ത്രീകളില് അശുദ്ധിയോ ശുദ്ധിയോ അതൊക്കെ ഒരു പടി വരെയുള്ളു. അതായത് ഈ വേദാന്ത പഠനം നടക്കുന്ന ആശ്രമങ്ങൾ അവിടെ സ്ത്രീകൾക്ക് ആർത്തവ സമയത്തും ചെന്ന് ക്ലാസ്സിലിരിക്കാം. അവിടെയും ദേവതാസങ്കല്പങ്ങളും പൂജയൊക്കെ ഉള്ളടോ. പോയിരുന്ന് പഠിച്ച അവര് സന്യാസിമാരൊന്നും അത് സാധാരണ വിലക്കാറില്ല. പക്ഷെ ക്ഷേത്രത്തിൽ വരുമ്പം അതിൻ്റെ നിയമങ്ങൾ, ഇപ്പം ക്ഷേത്രത്തിൽ പോകുമ്പം രാവിലെ കുളിക്കണം, കുളിക്കാതെ താങ്കൾ ക്ഷേത്രത്തിൽ പോകും. എത്ര വിശ്വാസിയായാലും അവിശ്വാസിയായാലും കുളിക്കണം. അതുപോലെ നിയമം പറയുന്നത് നമ്മൾ മാംസവും മത്സ്യവും കഴിച്ചിട്ട് അമ്പലത്തിൽ കയറുന്നതാണ്. അങ്ങനെ തന്നെയാണോ? അപ്പൊ ആ നിയമം പാലിച്ചുകൊണ്ട് അവിടെ ചെല്ലുക. അല്ല ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കയറുന്ന മനോഭാവത്തോടെ ഒരു ക്ഷേത്രത്തിൽ പോകണ്ട. അപ്പോൾ പെണ്ണുങ്ങളും ആ സമയത്ത് ദേവതാസങ്കല്പങ്ങൾക്കെല്ലാം ചില നിയമങ്ങളുണ്ട്. ആ സമയത്ത് മനുഷ്യന് ഈശ്വരനെ ഏത് സമയത്തും വിശ്വസിക്കാം. പക്ഷെ അത് ആ ഒരു തലത്തിലേക്ക് ഉയർന്നവർക്കേ അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ, എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതേ കാര്യത്തില് ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാം എന്ന് പറഞ്ഞിട്ട് ശബരിമല സ്ത്രീകൾ കയറരുത്, എന്താ പണ്ട് കയറിയിരുന്നു എന്ന് പറയുന്നു. അല്ല, അങ്ങനെയല്ല. ശബരിമല ശാസ്താവുമായിട്ട് ബന്ധപ്പെട്ട ആചാര രീതികളിൽ സ്ത്രീ നിഷിദ്ധമാണ്. സ്ത്രീ അവിടെ കയറരുതെന്ന് തന്നെ, അത് പാലിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ നിയമാവലിയുണ്ട്. പിന്നെ കാനന പ്രദേശം കാടാണ്. പണ്ടേ അത് പറയാൻ, ശബരിമലയിലേക്ക് പെണ്ണുങ്ങൾ ആ കാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതറിയാവുള്ളൂ. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് ആചാര്യന്മാർ പറഞ്ഞത് സ്ത്രീകൾ അവിടെ പോകണ്ട. അപ്പോൾ അവിടെ പോകുന്നത് സ്ത്രീ സമത്വമായിട്ടൊക്കെ, അതൊക്കെ ഇന്നത്തെ മുരട്ട് വാദങ്ങളാണ്. അവിടെ സമത്വത്തിന്റെ വാദം ഒന്നും നടക്കുന്നില്ല. അപ്പൊ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു കഥന പൊട്ടിക്കുന്നത് പണ്ടത്തെ ഒരു കാര്യമായിരുന്നു, കാലം മാറി ഇപ്പൊ അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതേ ഒരു ചിന്താഗതി ഇതിലേക്കും കൊണ്ടുവന്നൂടെ? അങ്ങനെ പറ്റില്ല. അതൊക്കെ കർശനമായ നിയമങ്ങളാണ്. ഓക്കെ. അപ്പൊ നമ്മള് കാലം മാറുമ്പോ കോലം മാറണമെന്നാണല്ലോ. അപ്പൊ ഇക്വാലിറ്റി ആണ് ഇപ്പൊ എല്ലാവരും. അല്ലല്ല, അവിടെ ശബരിമല കയറിയത് കൊണ്ട് പ്രത്യേകിച്ച് സ്ത്രീ സമത്വം ഒന്നും വരാൻ പോകുന്നില്ല. അത് വലിയൊരു ചർച്ചയും മാറുന്നതാണ് ചിലപ്പോ. കേട്ടോ, അപ്പൊ നമ്മള് വെജിറ്റേറിയനിൽ തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഇതാണ് പറയുന്നത്, ലീവ് ആൻഡ് ലെറ്റ് ദം ടു ലീവ്. ജീവിക്കുക, അവയെ ജീവിക്കാൻ അനുവദിക്കുക. ആയുസ് എത്തും മുമ്പ് തന്നെ ഇങ്ങനെ കോടാനുകൂടി മൃഗങ്ങളെ കൊന്നുകളയുന്നത് പാപമാണ്. നിങ്ങളുടെ മുന്നിലെത്തുന്ന പ്ലേറ്റിലെ ഓരോ മാംസ കഷ്ണത്തിലും ഒരു ജീവിയുടെ നിലവിളിയുണ്ട്, വേദനയുണ്ട്, ജീവിക്കാനുള്ള ആഗ്രഹമുണ്ട്, ശാപമുണ്ട്. ഇതാണ് ഞങ്ങളുടെ പ്രചരിപ്പിക്കുന്ന ആശയം. ഓക്കെ. സോ ലീവ് ആൻഡ് ലെറ്റ് ദം ടു ലീവ്. ഓക്കെ, പറഞ്ഞൊരു ആശയത്തോട് ഞാൻ യോജിക്കുന്നു. എന്താന്ന് വെച്ചാല് ജീവന്, അതായത് 2 മാസം, വെറും 2 മാസമൊക്കെ നമുക്ക് കൊല്ലാന്ന് പറഞ്ഞാൽ വളരെ 2 മാസം പ്രായമാവുന്ന ജീവി ഒരു കുഞ്ഞു തന്നെയാണ്. മനുഷ്യന്റെ കുഞ്ഞാണെങ്കിലും ആലോചിച്ചു, 1 വയസ്സുള്ളതായപ്പോലും അത് കുഞ്ഞാണ്. അതിനെ അറവുകത്തിയിലിട്ട്, അത് ക്രൂരത തന്നെയാണ്. ഇനി ആരെന്ത് ന്യായീകരണം പറഞ്ഞാലും മനുഷ്യന് ജീവിതത്തിൽ ദയ, കാരുണ്യം, പരസ്പര വിശ്വാസം, ആശ്രയത്വം ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ച നിയമത്തിന് പിന്നെ വിധേയമായിട്ട് ജീവിക്കാൻ പറ്റും. കാരുണ്യമില്ലാത്ത മനുഷ്യന് മനസ്സ് അവരെത്ര വികസിച്ചാലും അതൊന്നും മനുഷ്യവംശത്തിന് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോ ഇവരുടെ ആശയം, വെഗാനിസത്തിന്റെ ആശയം എന്ന് പറയുന്നത് ക്രൂരത കുറയ്ക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ഹോൾഡ് ചെയ്യരുത് എന്നാണ്. അതെ, ആർക്കും എതിരായിട്ടല്ലല്ലോ. ഈ പറഞ്ഞ മനുഷ്യ മനസ്സുകളിലെ ദയാ, കാരുണ്യം, ഒരുപാട് മൃഗങ്ങളുടെ തല വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരാൾക്ക് ഒരു മനുഷ്യന്റെ തല വെട്ടാനും വലിയ ഒരു ആ മൈൻഡ് അങ്ങനെയായി. അതുകൊണ്ടാണ് ഇപ്പൊ കൂടുതലും ക്രൂരവാസന കൂടുവല്ലേ, ക്രൂരത കൂടുക. എനിവേ, വലിയൊരു അറിവാണ് പകർന്നത്. ഒരുപാട് സന്തോഷം. നമുക്ക് ഒരു ചെറിയ മാറ്റം, ഒരാളിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവില്ല, പക്ഷെ ഇതിൽ കൂടെ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു മാറ്റം ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വെഗാനിസം എന്ന് പറഞ്ഞ ആശയത്തെ ഉൾക്കൊള്ളാനും നമ്മൾ ക്രൂരത കുറച്ചൊന്ന് കുറയ്ക്കുക. അപ്പോൾ ഇത്ര നേരം നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിലും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തതിലും സുരേഷ് കുമാർ സാറിന് ഒരുപാട് നന്ദി. നമസ്കാരം. അപ്പോൾ നമുക്ക് കണ്ടുമുട്ടാം. ബൈ.